അത് ഈ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാകുന്ന മറ്റ് ആ ഒരു അശ്ലീലമായിട്ടുള്ള ഇത് വരുന്നൊരു പേജുണ്ട്. ആ പേജിലേക്ക് അതിന്റെ കൂടെ ഇടുകയാണ് ഈ പെൺകുട്ടികളുടെ ചിത്രം. ആ പെൺകുട്ടികളുടെ ചിത്രം എടുത്ത് തെളിവ് സഹിതം ആ പെൺകുട്ടി പരാതി നൽകി സർ. പക്ഷേ ആ പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. ഈ മുൻ SFI നേതാവ് ഇയാൾ സ്ഥിരമായിട്ട് അവിടെ വരികയാണെന്ന് ആ കോളേജിലെ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്യാണ്. കോളേജിൽ നിന്ന് പാസ് ഔട്ടായി പോയ ആളാണ്, പക്ഷെ വീണ്ടും ഇപ്പോഴും വരുന്നു. ഭരണ സ്വാധീനത്തിന്റെ അവിടുത്തെ SFI സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്ന് ഈ തരത്തിൽ പെൺകുട്ടികളോട് മോശമായി പെരുമാറുകയും വിദ്യാർത്ഥികളുമായി സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ മോശം അടിക്കുറിപ്പോട് കൂടിയാണ് സർ പോസ്റ്റ് ചെയ്യുന്നത്. 20ഓളം പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് സർ ഇത്തരത്തിൽ വൈകൃതമായ മനസ്സിനുടമയായ ഇയാൾ പോസ്റ്റ് ചെയ്തത് എന്നാണ് സർ മനസ്സിലാക്കാവുന്നത്. എത്ര ക്രൂരമാണ് സർ ഈ നാട്ടിലെ സംഭവങ്ങൾ, ഈ കോളേജുകളിലൊക്കെ നടക്കുന്ന ഈ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. സർ മറ്റൊരു കേസാണ് സർ, കേരളത്തിനാകെ അപമാനമായ മറ്റൊരു കേസ് ഉണ്ടായിരിക്കുന്നു. ക്രിക്കറ്റ് അസോസിയേഷൻ നേതാവ് ഈ നമ്മുടെ ക്രിക്കറ്റ് പഠിക്കാൻ വേണ്ടി പോകുന്ന കൊച്ചു മക്കളെ, പെൺകുട്ടികളെ അതിന്റെ ഭാഗമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ആ കുട്ടികളുടെ അശ്ലീല വീഡിയോ ഫോട്ടോ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾക്ക് നേരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ. ആരാണ്? ക്രിക്കറ്റ് അസോസിയേഷന്റെ അംഗമായിട്ടുള്ള നമ്മുടെ ഡൽഹിയിൽ BJPയുടെ MP ബ്രിജിത് ഭൂഷണെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ബ്രിജിത് ഭൂഷൺ ഗുസ്തി താരങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെ അതിനേക്കാളും വെല്ലുന്ന രൂപത്തിൽ ഈ കേരളത്തിൽ നടക്കുന്നത് സർ. ക്രിക്കറ്റ് ഇവിടെ എങ്ങനെയാണ് തങ്ങളുടെ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ ഇതുപോലെയുള്ള പരിശീലനത്തിന് അയക്കുക സർ? എങ്ങനെ വിശ്വസിച്ച് അയക്കാൻ കഴിയും സർ? ഈ സാഹചര്യത്തിൽ എത്ര രക്ഷിതാക്കളാണ് തങ്ങൾക്ക് ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കി തങ്ങളുടെ മക്കൾക്ക് താല്പര്യമുള്ള ഇതുപോലെയുള്ള മേഖലകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അവരെ കൊണ്ടയക്കുന്ന കേന്ദ്രങ്ങളാണ് സർ ഇത്. അവിടെയാണ് ഈ പെൺകുട്ടികളെ, ചെറിയ മക്കളാണ് സർ, ആ മക്കളെയാണ് ഈ തരത്തിലേക്ക് അവരുടെ ഈ ബോഡി അവരുടെ ഫിറ്റ്നസ് കാണിക്കാൻ വേണ്ടിയിട്ട് നഗ്ന ഫോട്ടോ വേണമെന്ന് ഇയാൾ ഈ പെൺകുട്ടികളോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടി കൊടുക്കാത്ത കുട്ടികളെ ക്രൂരമായി മാനസികമായും ശാരീരികമായും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഈ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതാവ് മാറുകയാണ്. അയാൾ ഇപ്പോഴും അവിടെ ഉണ്ടാവുകയാണ് സർ. 2 വർഷം മുന്നേ ഇയാൾ പോക്സോ കേസിൽ പ്രതിയായിട്ട് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിയ ആളാണ് സർ. അന്നും നടപടിയെടുത്തില്ല. അതിനുശേഷവും ഇയാൾ ഇപ്പോഴും ക്രിക്കറ്റ് അസോസിയേഷൻ തുടരുകയാണ്. ഇത്തരം ആളുകളെ ഇതിൽ തുടരാൻ വേണ്ടി എന്താണ് സർ ഇത്? ഈ ആളുകൾക്കൊക്കെയുള്ള സ്വാധീനം ഈ പാർട്ടിയിലും ഈ ഭരണ നേതൃത്വത്തിലുമൊക്കെ ഈ ആളുകളുടെ സ്വാധീനമാണ് സർ ഇതിനെ കാണിക്കുന്നത് സർ. ഭൂമി വളരെ ക്രൂരമായ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിൽ പോലും ഈ സർക്കാർ ദയനീയമായി പരാജയപ്പെടുകയാണ് സർ. ആ കുട്ടികൾക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് മാറുന്നത് സർ. സർ നിങ്ങളുടെ ഉൾപ്പെടെ കുട്ടികളാണ് ഇതിനകത്ത് വരുന്നത്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല സർ. നിങ്ങളൊക്കെ ഇതിനെതിരെ രംഗത്ത് വരേണ്ട ആളുകളാണ് സർ. ഇടതുപക്ഷം ഭരിക്കുന്ന നാടാണിത്. നമ്മുടെ നമ്പർ 1 കേരളത്തിലാണ് സർ ഇത് നടക്കുന്നത്. നമ്പർ 1 കേരളത്തിൽ. ആ കേരളത്തിൽ നടക്കുന്ന ഈ കാര്യം ഇതിനെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു സർ? അതിനെതിരെ ഊറ്റം കൊണ്ടത് കണ്ട് കാര്യമില്ല സർ. SFIക്കാർ കോളേജുകളിലൊക്കെ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾ നിങ്ങൾ SFIക്കാരെയൊക്കെ ന്യായീകരിക്കുന്നുണ്ടല്ലോ സർ. ഒരു കാലത്ത് SFI ആയ ആളാണ് ഞാൻ. SFI എന്ന നിലയ്ക്ക് അഭിമാനം കൊണ്ട ആളാണ്, ഇന്നും അത് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് SFIയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് നാളെ ഞാൻ SFIക്കാരാണെന്ന് പറയുന്ന അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ സർ? വണ്ടിപ്പെരിയാറിലും വാളയാറിലുമുള്ള കേസിനെ സംബന്ധിച്ച് പറയേണ്ട 6 വർഷമായി വണ്ടിപ്പെരിയാർ വാളയാറിലെ ഒരു അമ്മ തന്റെ 2 പെൺകുട്ടികളെ 9ഉം 13ഉം വയസ്സായ 2 പെൺകുട്ടികളെ കെട്ടിത്തൂങ്ങി നീതിക്ക് വേണ്ടി നടക്കുകയാണ് സർ. ഈ കേരളത്തിൽ, ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ആ അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞോ സർ നിങ്ങൾക്ക്? വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുള്ള പെൺകുട്ടി, ലയങ്ങളിൽ താമസിക്കുന്ന ഈ കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ് സർ. അവർക്ക് സംരക്ഷണം ഒതുക്കാൻ ആ പ്രതികളെ അർജുൻ എന്ന് പറയുന്ന പാർട്ടിക്കാരനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ആ ശ്രമം നടത്തി അദ്ദേഹത്തിന് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്തൊരു ഗതികേടാണ് സർ ഈ കേരളത്തിൽ ഉണ്ടാകുന്നത് സർ. കെട്ടിത്തൂങ്ങി 6 വർഷമായി. അതുപോലെ തന്നെ സർ നമ്മുടെ ഒരു പ്രമുഖയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയുടെ സേഫ് കസ്റ്റഡിയിലിരിക്കുന്ന മെമ്മറി കാർഡും അതിന്റെ വിവരങ്ങളും കൂടി പുറത്തു പോകുന്ന ഒരു നാടായി കേരളം മാറുകയാണ് സർ. ആ പെൺകുട്ടിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ഈ കേസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആ
സമയത്ത് ആ പെൺകുട്ടി വിമൻ ഇൻ ജസ്റ്റിസ് കളക്റ്റീവ് എന്ന പേരിൽ ഒരു നടിമാരുടെ ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയും ആ പെൺകുട്ടിക്ക് നൽകുന്ന പിന്തുണയും അവരുടെ പ്രവർത്തനങ്ങളും കൊണ്ടാണ് സാർ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഹേമ കമ്മീഷനെ ഈ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഈ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു. 1,06,55,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒരു വർഷം അന്വേഷണം നടത്തി. 2019 ഡിസംബർ 31 ആ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 വർഷം കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ എന്താണെന്ന് പരസ്യപ്പെടുത്താൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ പരസ്യപ്പെടുത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് സാർ നിലവിലുള്ളത്. വളരെ ഗുരുതരമാണ് സാർ ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് നടക്കുന്ന അതിക്രമങ്ങൾ. ഐസിയുവിൽ പെൺകുട്ടിക്കുന്ന ഒരു നാട്. എന്നിട്ട് ഇരയുടെ കൂടെ ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റുകയാണ് സാർ. ഇരയ്ക്ക് കൂടെ നിന്നു എന്ന കുറ്റം പറഞ്ഞു ചെയ്യുന്ന നേഴ്സിനെ സാർ ഒരു മിനിറ്റ് ഞാൻ ഇപ്പം നിർത്താം സാർ. ആ ഇരയുടെ കൂടെ നിന്നു എന്നൊരൊറ്റ കാരണത്താൽ ആ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുകയാണ്. നിങ്ങൾ നോക്കൂ, ഇരയ്ക്കൊപ്പം നിൽക്കുകയും എന്ന് പറയുന്നത് വേട്ടക്കാരനൊപ്പം കിതക്കുകയും ചെയ്യാണ് സാർ ഈ സർക്കാർ. അതാണ് ഈ സർക്കാർ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്നത് സാർ. അതിക്രൂരമായ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയാണ്. പെൺകുട്ടികൾക്ക് ഇപ്പൊ പോക്സോ കോടതി പറഞ്ഞു, പോക്സോ കോടതിയിൽ പെൺകുട്ടികൾ കയറി ഇറങ്ങുകയാണ് സാർ. ആ പോക്സോ കോടതിയിലുള്ള കേസുകളെ സംബന്ധിച്ച് അന്വേഷിക്കണം. പോക്സോ കോടതിയിൽ ഈ പെൺകുട്ടികളെ സാർ അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ നടക്കാൻ അതിവേഗ സ്പെഷ്യൽ കോടതി സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം സാർ. നീതി നിയമപരമായി ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് സാർ കേസുകൾ കൂടുന്നത്. ഈ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് കൊണ്ടാണ് സാർ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് അതിവേഗ സ്പെഷ്യൽ കോടതി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം സാർ. വളരെയധികം വിവാദമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി സഭ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതില് ശ്രീമതി ദലീമയുടെ ഒരു നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ടാണ്. ശ്രീമതി ദലീമ പെട്ടെന്ന്.